നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയാണോ മദ്യനയം മാറ്റിയതെന്ന് മന്ത്രി എം.പി. രാജേഷ് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഒയാസിസ് കമ്പനിയെ സഹായിക്കാനുള്ള ബാധ്യത ആർക്കാണെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയാണോ മദ്യനയം മാറ്റിയതെന്ന് മന്ത്രി എം.പി. രാജേഷ് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. എന്റെ ചോദ്യം, എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തി. 2022 റിജക്ട് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ആ സംസാരത്തിന്റെ വെളിച്ചത്തിലല്ലേ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. 2018 ഒരു നിയമവും പാലിക്കാതെ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ മുന്നോട്ട് വന്നത്. പൊതുമേഖലയിലുള്ള മലബാർ ഡിസ്റ്റിലറിക്ക് കൊടുക്കാത്ത വെള്ളം സ്വകാര്യ കമ്പനിക്കാണ് നൽകുന്നത്. ഒയാസിസ് കമ്പനിയെ സഹായിക്കാനുള്ള ബാധ്യത ആർക്കാണെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് പിണറായി വിജയൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. CPI മദ്യ കമ്പനി വിഷയത്തിൽ അഭിപ്രായം പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. CPI സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാരിനോട് CPI ആവശ്യപ്പെടുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. പ്രൊഡക്ഷൻ ആരംഭിക്കാൻ വേണ്ടി 1 ലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് അതിന് വാട്ടർ അതോറിറ്റിക്ക് പണം അടച്ച് കാത്തിരിക്കുകയാണ്. സ്വന്തം വകുപ്പിലുള്ള ഒരു ഡിസ്റ്റിലറി, പൊതുമേഖലാ സ്ഥാപനമായ ഡിസ്റ്റിലറിക്ക് 1 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാത്ത എക്സൈസ് മന്ത്രിയാണ് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പനിക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തിട്ടുള്ളത്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.